പിതാവേ, നന്ദി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ അമിത പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ കാനഡയിൽ ഇടിച്ചു നിൽക്കും, ചിലക്ക് ആസ്ട്രേലിയയിൽ ഇടിച്ചു നിൽക്കും. ഒരിക്കൽ കയറിയൊരു വൈറസാണ് ഈ ആസ്ട്രേലിയൻ വൈറസ്. കാനഡ വൈറസ് ഉണ്ട്. അതുപോലെ തന്നെ ഓരോ ആ രാജ്യത്ത് എങ്ങനെ ഇഷ്ടപ്പെട്ടു പോയി ഇവർ പഠിക്കണ കുഞ്ഞുനാൾ തന്നെ ആ രാജ്യത്ത് പോയാൽ ശരിയാകും. അപ്പം അതിനുവേണ്ടി മനസ്സ് ട്രെയിൻ ചെയ്ത്, ചിന്ത ട്രെയിൻ ചെയ്ത്, ശ്വാസം, അതുപോലെ ആലോചന എല്ലാം ചെയ്ത് ഇതൊരു മറ്റൊരു വൈറസായിട്ട്, മറ്റൊരു ദൈവമായിട്ട് മാറും. അതുകൊണ്ടാണ് നിങ്ങൾ ഉടമ്പെടുക്കുമ്പോൾ കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ, അതെൻ്റെ ബൈബിളിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെ, കർത്താവ് തിരുമനസ്സാണെങ്കിൽ നാളെ ഞങ്ങൾ ആ പട്ടണത്തിൽ പോകും. ഇവിടെ യാക്കോബ് ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യാക്കോബ് 4:13 മുതലുള്ള തിരുവചനങ്ങൾ. യാക്കോബ് 4:13 ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരു വർഷം താമസിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന നിങ്ങളോട് ഒന്ന് പറയട്ടെ. നാളത്തെ നിങ്ങളുടെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കുമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ. അല്പനേരത്തേക്ക് പ്രത്യക്ഷപ്പെടുകയും അതിനുശേഷം അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന മൂടൽ മഞ്ഞാണ് നിങ്ങൾ. നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത്. നിങ്ങൾ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. കർത്താവ് മനസ്സാകുന്നെങ്കിൽ ഞങ്ങൾ ജീവിക്കുകയും യഥായുക്തം പ്രവർത്തിക്കുകയും ചെയ്യും. ഇപ്പം ന്യൂസിലൻഡിൻ്റെ വൈറസ് കയറിയിട്ട് ന്യൂസിലൻഡ് വേറെ ഒരു ദൈവമായിട്ട് മാറരുത്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ ഓർക്കും, ഞാൻ ന്യൂസിലൻഡിൻ്റെ വിഷയം കർത്താവ് ഇപ്പോൾ അച്ഛൻ്റെ കൂടെ സംസാരിക്കുകയായിരിക്കും, എൻ്റെ കാര്യമായിരിക്കും പറയണം. അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞിരിക്കണേ ഇത്രയേ ഉള്ളൂ. അതായത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് അതിന്മേൽ കടിച്ചു തൂങ്ങി കിടന്നു കഴിഞ്ഞാൽ മർക്കട മുഷ്ടി എന്ന് പറയും, പിടിവിടാതിരിക്കും. അപ്പോൾ ഒന്ന് മാറ്റി ചിന്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെ പറയണത്, മാറ്റി ചിന്തിക്കണമെന്ന്. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഉടമ്പടിക്കുണ്ട്. ഉടമ്പടി നമുക്ക് ഭയങ്കര നിങ്ങൾക്കറിയാമല്ലോ, ഉടമ്പടിയൊക്കെ വരുന്നതിന് മുമ്പ് ഇവിടെ വന്ന് അഗ്നി നക്ഷത്രം പോലെ കാലവർഷം വരുന്നതിന് മുമ്പ് അഗ്നി നക്ഷത്രം ഉദിക്കുമെന്ന് പറഞ്ഞില്ലേ 10 ദിവസം മുമ്പ്. അതുപോലെ അഗ്നിനക്ഷത്രം മോർണിംഗ് സ്റ്റാറായിട്ട് ഉദിച്ചത് എന്താണ്? അമ്മയുടെ പ്രത്യക്ഷീകരണമാണ്. അമ്മ എന്താ പറഞ്ഞത്? ദുരന്തം ഉണ്ടാകാൻ പോകുന്നു, എന്താണ്? പ്രാർത്ഥിക്കണം. അപ്പോൾ ഒരു ഉടമ്പടി, അതിന് പ്രാർത്ഥിക്കാൻ വേണ്ടി നമുക്ക് തന്നെ എന്താണ്? ഉടമ്പടി ജീവിതമാണ്. അപ്പോൾ ഉടമ്പടി ജീവിതത്തിൽ വരാൻ പോകുന്ന ദുരന്തത്തെ കവറിങ് ഉണ്ട് അതിൻ്റെ അകത്ത്. മനസ്സിലായില്ലേ? അതിനാണ് ഉപ്പ്, തേന്, കശുരൂപം, എന്തെല്ലാം കാര്യങ്ങളാണ് വന്നിരിക്കണേ.
വരാൻ പോകുന്ന ദുരന്തം 2004 ഡിസംബർ 7 അമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ പറയണത് ദുരന്തം ഉണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കണം. അത് പഴുത് ദുരന്തമാകാം, ജീവിത ദുരന്തമാകാം. അപ്പം ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോഴേ ദുരന്തത്തിന് എന്ത് പ്രാർത്ഥിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദുരന്തത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? ഉടമ്പടിയും ഉടമ്പടി ജീവിതവുമാണ്. അപ്പോൾ ഉടമ്പടി ജീവിതം നമുക്ക് എന്താ തരണത്? വരാൻ പോകുന്ന ദുരന്തങ്ങളെ നിന്ന് സംരക്ഷണം നൽകും. ഈ ഔസേപ്പച്ചൻ പുതുമനയുടെ ഒരു സാക്ഷ്യം എങ്ങനെയാണെന്നറിയാമോ? ഇദ്ദേഹം ഉടമ്പടി ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം ഇപ്പോൾ ഒത്തിരി ആൾക്കാർ കുളു മണാളിലൊക്കെ പോകുന്നുണ്ടല്ലോ. ഇപ്പോൾ ചിലരൊക്കെ കുറേ കഷ്ടപ്പാടൊക്കെ ജീവിച്ച് കഴിയുമ്പോൾ അവർക്ക് തോന്നും ഒന്ന് ഫ്രഷ് ആകാൻ പോകണമെന്ന് തോന്നും. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ആൾക്കാർ ഒത്തിരി പേര് അങ്ങനെ പോകുന്നുണ്ട്, പല സ്ഥലങ്ങളിലൊക്കെ ഫ്രഷ് ആകാൻ പോകും. ഞാൻ വനത്തിലേക്കേ പോകത്തുള്ളൂ. ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം വനത്തിൽ പോകും. അവിടെ എവിടെയെങ്കിലും പോയി താമസിച്ച് അടിച്ചു പൊളിക്കാൻ പോകണമല്ല, അത് ശാന്തമായ പ്രകൃതിയിൽ വളരെ ചിലവ് കുറഞ്ഞ സ്ഥലത്ത് ചെറിയ ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിച്ചൊക്കെ ചിലവഴിച്ച് ഫ്രഷ് ആയിരിക്കും. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോകത്തുള്ളൂ, ഇവരെല്ലാം കൂട്ടിക്കൊണ്ടേ പോകത്തുള്ളൂ. അപ്പോൾ ഫ്രഷാകാൻ വന്ന് ഫ്രഷായിട്ട് വരും, പ്രാർത്ഥിച്ച് ജപമാല അവിടെ കുർബാനയൊക്കെ ചൊല്ലി അങ്ങനെ പോരും. അപ്പോൾ അതുപോലെ തന്നെ ഈ ഔസേപ്പച്ചൻ പുതുമനയുടെ സാക്ഷ്യത്തിൽ പറയണത്, ഞാൻ കാശ്മീർ പോകാൻ വേണ്ടി 20,000 രൂപ മുടക്കി ഒരു അഡ്വാൻസ് കൊടുത്ത് വിനോദസഞ്ചാര ഏജൻസിക്ക് 20,000 രൂപ മുടക്കി ഒരു അഡ്വാൻസ് കൊടുത്ത്. അപ്പോൾ അഡ്വാൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഡെയിലി ബ്രെഡ് കേട്ട് അഡ്വാൻസ് കൊടുത്തവിടെ പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഡെയിലി ബ്രെഡ് കേട്ട് ഡെയിലി ബ്രെഡിൽ അച്ഛൻ പറയുന്നുണ്ട്, ബാലാവിൻ്റെ കഴുതയെക്കുറിച്ച് പറയുന്നുണ്ട്. നീ പോകുന്ന വഴികളിൽ നിനക്ക് ദുരന്തം ഉണ്ടാകുകയാണെങ്കിലേ അത് നിനക്കറിയാൻ പറ്റത്തില്ല, പക്ഷെ ദൈവത്തിന് അറിയാവുന്ന കാരണം ദൈവം കഴുതയെപ്പോലും നിന്നെ സംരക്ഷിക്കാൻ വേണ്ടി നിലനിർത്തും. ഇപ്പോൾ ബാലാക്ക് എന്ന് പറയുന്ന ദുർപ്രവാചകൻ ബാലാം പ്രവാചകനാണ്. പ്രവാചകൻ വിളിച്ചുകൊണ്ട് പോവുകയാണ് ഇസ്രായേൽ ജനത്തെ നോക്കിയിട്ട് ശപിക്കാൻ വേണ്ടി. അത് ദൈവത്തിൻ്റെ സ്വന്തം ജനതയായത് കാരണം ആ ശാപം, ആ പോകുന്ന പോക്ക് ദൈവഹിത പ്രകാരമല്ലാത്ത കാരണം അത് ബാലാവിന് തന്നെ ആപത്തുണ്ടാകുന്ന കാരണം ദൈവം ഈ ഊരിപ്പിടിച്ച വാളുമായിട്ട് ഈ ബാലാവിന് മുമ്പ് ഒരു ദൂതനെ വിട്ടിട്ട് ദൂതൻ വാളുമായിട്ട് നിൽക്കണത് ഈ ബാലാം കാണത്തില്ല, കഴുത കാണും. കഴുത മാറി മാറി വരുമ്പോൾ ബാലാവിൻ്റെ അതിൻ്റെ പുറത്തിരിക്കുന്ന ബാലാവിൻ്റെ കാല് ഭിത്തിയിൽ ഉരഞ്ഞു പോകുമ്പോൾ അരിശൻ പറഞ്ഞിട്ട് ഇപ്പം ഈ ബാലാം ഈ ഊരിപ്പിടിച്ച വാളുമായിട്ട് നിൽക്കുന്ന ദൂതനെ കാണുന്നില്ല, വഴി തടഞ്ഞു നിൽക്കുന്ന ആളെ കാണുന്നില്ലല്ലോ. അപ്പോൾ ഇയാളുടെ കഴുത തെമ്മടിത്തരം കാണിച്ച് കാരണം അയാളുടെ കാല് പോയി. അപ്പോൾ അയാളെ കഴുതയെ തല്ലും. അപ്പോൾ എന്നിട്ട് കഴുത സംസാരിക്കാൻ തുടങ്ങും. അതാണ് എൻ്റെ അപ്പോൾ ഈ പ്രവാചക വിഷയങ്ങൾ ഞാൻ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് പ്രസംഗവും കേൾക്കാം, സന്ദേശവും കേൾക്കാം. ഒരു പ്രസംഗമായിരിക്കും നിങ്ങൾ കേൾക്കണം, അതൊരു പ്രസംഗമല്ലേ എന്ന് പറയും. പക്ഷെ ദൈവ പൈതലാണെങ്കിൽ പറയും അത് പ്രസംഗമല്ല, സന്ദേശമാണെന്ന് പറയും. അതാണ് വിഷയം. അതാണ് സന്ദേശവും പ്രസംഗവും തമ്മിൽ. പ്രസംഗം കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് പറയണത്, ആ വിഷയത്തിൻ്റെ സന്ദേശം ദൈവം നമ്മോട് അതിലൂടെ നേരിട്ട് സംസാരിക്കുന്നതാണ്. അപ്പോൾ ഔസേപ്പച്ചൻ പുതുമനയ്ക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്ന കാരണം പരിശുദ്ധാത്മാവ് പറഞ്ഞു ഇത് നിന്നോട് സംസാരിച്ചാണെന്ന്. ദൈവത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട്, നമുക്കിങ്ങനെ ജനറൽ മെസ്സേജ് കൊടുത്തിട്ട് പർട്ടിക്കുലറായിട്ട് നമുക്ക് പ്രത്യേക മെസ്സേജ് തരും. ദൈവത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഭയങ്കരമാണ്, രസമാണ്. ദൈവമായിട്ട് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഇടിവെട്ട് ജീവിതമല്ലേ. അതായത് ജനറൽ മെസ്സേജ് കൊടുത്തിട്ട് അത് നിന്നെക്കാണെങ്കിൽ പറഞ്ഞിരിക്കണമെങ്കിൽ അത് നിനക്ക് അതിൻ്റെ ഇൻറ്റിമേഷൻ വരും. ഇപ്പോൾ ഇൻറ്റിമേഷൻ ഔസേപ്പിതാത്തിനോട് പറഞ്ഞ് ഇത് നിനക്കുള്ള മെസ്സേജാണ്, നിൻ്റെ ഈ കാശ്മീർ ട്രിപ്പ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയുള്ള മെസ്സേജാണെന്ന് പറഞ്ഞു. ഉടനെ അത് വിശ്വസിച്ചു അദ്ദേഹം. അതാ ചിലർ വിശ്വസിക്കത്തില്ല. ചിലർ അതെനിക്ക് തോന്നിയാണെന്നൊക്കെ പറയും. ജഡിക മനുഷ്യന് അങ്ങനെയുള്ള കുഴപ്പമുണ്ട്. ജഡിക മനുഷ്യനും ആത്മീയ മനുഷ്യനും രണ്ട് സാരമില്ലേ. ഇപ്പോൾ ജഡിക മനുഷ്യനെ പറയും അതെനിക്ക് തോന്നിയതാണെന്ന് പറയും. നമ്മൾ ജഡിക മനുഷ്യനും ആത്മീയ മനുഷ്യനും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ആത്മീയ മനുഷ്യൻ ആത്മാവിനാലും നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ ആത്മാവിൻ്റെ പ്രചോദനങ്ങളെ ഉൾക്കൊള്ളുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും നടപ്പിൽ വരുത്തുകയും ചെയ്യും. ജഡിക മനുഷ്യൻ തട്ടിക്കളയും, അതെനിക്ക് തോന്നിയതായിരിക്കും, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ തോന്നണം. പക്ഷേ ഇദ്ദേഹം ഉടനെ അത് കട്ട് ചെയ്ത് കളയും. ഏതാണ് കാശ്മീർ ട്രിപ്പ് കട്ട് ചെയ്യും. അപ്പോൾ ഉടനെ ഏജൻസി പറയും അച്ഛായ 20,000 രൂപ വെറുതെ പോകും. പോട്ടെ
കർത്താവ് ഞാൻ അങ്ങോട്ട് പോകാൻ കർത്താവ് ആഗ്രഹിക്കണില്ലെന്ന് പറയും. അപ്പോൾ 20,000 രൂപ കളഞ്ഞുകൊണ്ട് പുള്ളി അത് കട്ട് ചെയ്യും. പക്ഷേ എന്താ സംഭവിച്ചത്? ആ ട്രിപ്പ് കാശ്മീരിൽ ചെല്ലുമ്പോൾ അവിടെ വെള്ളപ്പൊക്കമാണ്, കുറേ പേര് മരിച്ചു. അതാണ് വിഷയം. അപ്പോൾ അത് ആ ട്രിപ്പിൽ പോകേണ്ടതാണ്. കർത്താവുമായിട്ട് ബന്ധമുള്ള കാരണം ട്രിപ്പ് കട്ട് ചെയ്ത് കളഞ്ഞു. നമ്മൾ ചില സമയത്ത് ഇതിനു വേണ്ടി മെയ്ഡപ്പ് ചെയ്ത് ദൈവമായിട്ട് നല്ല ബന്ധമില്ലെങ്കിൽ നമുക്കിത് മനസ്സിലാക്കത്തില്ല. നമ്മൾ പോയി ദുരന്തം വലിച്ചു മേടിക്കും. ഇപ്പോൾ ദുരന്തം ഉണ്ടാകാൻ പോകുന്ന പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞുകൊണ്ടാണ് മാതാവ് ഉടമ്പടി തന്നിരിക്കണം. അപ്പോൾ ഉടമ്പടി പാക്കേജിൽ സംരക്ഷണ പാക്കേജ് ഉണ്ട്. അതെപ്പോഴും നമ്മൾ അറിയണം. ഉടമ്പടി ഉഴപ്പിയ ആ ദുരന്തത്തിൻ്റെ സംരക്ഷണം പോവും, ചെന്ന് പടിമേടിക്കും. ഉടമ്പടി ഉഴപ്പുമ്പോൾ സംഭവിക്കുന്നത് അതാണ്. നമ്മൾ ഉടമ്പടി ഉഴപ്പും എങ്ങനെയെങ്കിലും തൽക്കാലം അത് ഞാൻ ജോലിക്ക് വേണ്ടി ഉടമ്പടി എടുത്തതാണ്, അത് നടന്നില്ലെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം മുതൽ ഉടമ്പടി ഉഴപ്പും. ഉടമ്പടി ഉഴപ്പുമ്പോൾ എന്താ സംഭവം? അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന വാഗ്ദാനം ചെയ്തിരിക്കുന്ന സംരക്ഷണമുണ്ട്. അത് നിൻ്റെ പിന്നിലും പുറകിലുമൊക്കെ വരികയല്ലേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ആരാധന. യേശുവേ ആരാധന. എൻ്റെ കൃപാസന പ്രസാദര മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. ഈ കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മുന്നിൽ വന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് അനുഗ്രഹം കിട്ടിയതിൽ ഞാൻ വളരെ ഭാഗ്യവതിയും അതിനോടൊപ്പം തന്നെ അനുഗ്രഹവതിയും ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പേര് ഐശ്വര്യ ജേക്കബ്. ഞാൻ ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ കട്ടപ്പന സെൻറ്റ് ജോർജ് ഫോറൻ ചർച്ചിലെ ഇടവക അംഗമാണ്. ഞാൻ കൃപാസനത്തിനെക്കുറിച്ച് അറിയുന്നത് എൻ്റെ അമ്മ വഴിയായിട്ടാണ്. 2019 ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്നത്. അപ്പോൾ അന്ന് വന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് കൃപാസനത്തെക്കുറിച്ച് അറിയാം. അപ്പോൾ യൂട്യൂബിലൊക്കെ ഞാൻ വീഡിയോസ് കാണും. അങ്ങനെയൊക്കെ ഈ ലൈറ്റ് ആൻഡ് ക്യാൻഡിൽ എന്തെങ്കിലും എക്സാമിൻ്റെ സമയത്തിട്ട് പ്രാർത്ഥിക്കും. അങ്ങനെയൊക്കെ എനിക്ക് കൃപാസനത്തിനോട് എപ്പോഴും ഒരു ഓൺലൈൻ വഴിയായിട്ടുള്ള ബന്ധം എല്ലാ രീതിയിലും ഞാൻ കൂടുന്നുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്താണെങ്കിലും ഞാൻ കുറേ പേരുടെ അടുത്ത് കൃപാസനത്തെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ചെയ്ത കൃപാസനമുണ്ട്, മാതാവിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ തിരുവല്ലയിൽ പുഷ്പഗിരിയിൽ BSc നഴ്സിംഗ് പഠിക്കുമായിരുന്നു. ഞാൻ കഴിഞ്ഞ വർഷമാണ് BSc നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പം എനിക്ക് എൻ്റെ ആഗ്രഹം പുറത്ത് ജോലിക്ക് പോകണം എന്നായിരുന്നു. പക്ഷേ ഇപ്പം പുറത്തോട്ടൊന്നും ഇൻടേക്സ് ഇല്ല. പിന്നെ ഞാനൊരു ഫ്രഷറാണ്. അപ്പം എനിക്ക് അബ്രോഡ് ഒരു ജോലിക്ക് പോകാമെന്ന് പറഞ്ഞാൽ അതൊരു സ്വപ്നമായിരുന്നു. ഇനി ഒരിക്കലും അത് നടക്കത്തില്ല. അന്ന് എക്സ്പീരിയൻസ് ഇല്ലാതെ ആരെയും ഇപ്പം പുറത്തോട്ട് എടുക്കുന്നില്ല. OET ഇതൊക്കെ എക്സ്പയർ ആയിട്ടുള്ളവർ വരെ എൻ്റെ സീനിയേഴ്സ് നിൽക്കുക. അപ്പം എനിക്ക് അങ്ങനത്തെ ഒരു കാര്യം നടക്കത്തേ ഇല്ലെന്ന ഒരു ഇതിൽ സങ്കടമായിരുന്നു. അപ്പം എൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടമല്ല, അത്ര താല്പര്യമില്ലായിരുന്നു ഞാൻ നഴ്സിങ്ങിന് പോകണമെന്ന്. അപ്പം എൻ്റെ ഇഷ്ടത്തിൽ ഞാൻ തന്നെയാണ് പുഷ്പഗിരി സെലക്ട് ചെയ്തത്. എല്ലാം എൻ്റെ ഇഷ്ടത്തിനായിരുന്നു ഞാൻ ഇത്രയോ ചെയ്തു വന്നത്. അപ്പം പെട്ടെന്നാണ് ഞങ്ങളുടെ കോളേജിൽ ഇങ്ങനെ ഒരു UK നിന്ന് ഒരു NHS ഇൻ്റർവ്യൂ റിക്രൂട്ട്മെൻറ്റ് വന്നത്. അപ്പം 50 പേര് ഞങ്ങളുടെ ക്ലാസ്സിലുണ്ട്. അതിൽ 38 പേര് ആ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തു. അപ്പം ഞാൻ ലൈറ്റ് ആൻഡ് ക്യാൻഡിൽ ഇട്ട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്കിതിൽ സെലക്ഷൻ തരണമേ, എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് UK പോകണമെന്ന്, എനിക്ക് ഇത് തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ലൈറ്റ് ആൻഡ് ക്യാൻഡിൽ ഇട്ട് പ്രാർത്ഥിച്ചു. അപ്പം 22 പേരെ സെലക്ട് ആക്കിയതിൽ ഒരാൾ ഞാനായിരുന്നു. ഞാൻ അങ്ങനെ ഭയങ്കര പഠിത്തക്കാരിയല്ല, എന്നാൽ അത്ര പഠിക്കത്തില്ലായകയല്ല. ഞാനൊരു മിഡിൽ ലെവലിലായിരുന്നു. എങ്ങനെയാണേലും എക്സാമിനെല്ലാം ഞാൻ പാസ്സാകും, അങ്ങനത്തെ ഒരു ലെവലിലുള്ള ആളായിരുന്നു. അപ്പോൾ ഇൻ്റർവ്യൂ കിട്ടിക്കഴിഞ്ഞിട്ട് അവർ പറഞ്ഞിരുന്നത് ഓഗസ്റ്റ് 20 എന്നുള്ള ഡേറ്റിനുള്ളിൽ OET CBT ബാക്കി NMC പ്രോസസ്സിങ് എല്ലാം കംപ്ലീറ്റ് ചെയ്യണം എന്നായിരുന്നു. അങ്ങനെയാണെങ്കിൽ ജാനുവരിയിൽ UK പോകാൻ പറ്റും എന്നാണ്. അത് എത്രത്തോളം സത്യമാണോ ഒന്നും അറിയത്തില്ല. അപ്പം എനിക്ക് ഉണ്ടായിരുന്നു OET CBT ഒക്കെ ഞാനിങ്ങനെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഉടമ്പടിയിൽ സാക്ഷ്യങ്ങൾ ഭയങ്കര പാടാണ്, അത് പാസ്സാകണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടാണ്, എത്ര പഠിക്കുന്നവർക്കാണെങ്കിലും അതൊന്നും കിട്ടത്തില്ല, ഭയങ്കര ഭാഗ്യമാണ്, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോഴും എനിക്ക് ഇംഗ്ലീഷിൽ ഞാനൊരു ഇച്ചിരി കോൺഫിഡൻ്റ് ആയിരുന്നു. എൻ്റെ കോളേജിൽ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ഇംഗ്ലീഷിലുള്ള MCs എല്ലാം ഞാനായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എനിക്ക് OET ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടുമെന്ന്. അപ്പം എൻ്റെ കൂടെയൊക്കെ ഉള്ളവർ ഉടമ്പടി എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഉടമ്പടി എടുക്കണം എന്നുണ്ട്. പക്ഷേ എനിക്കൊരു ഇതെല്ലാം എനിക്കിതെല്ലാം ഫോളോ ചെയ്യാൻ പറ്റുമോ? പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ഇതെല്ലാം അതേപടി ഫോളോ ചെയ്തില്ലെങ്കിൽ മാതാവ്
നമുക്ക് തിരിച്ച് എന്തെങ്കിലും നമുക്ക് എതിരായിട്ട് ചെയ്യും. അപ്പോൾ എനിക്ക് പേടിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉടമ്പടി എടുക്കണ്ട, അല്ലാതെ തന്നെ ഇപ്പം ഞാൻ എങ്ങനെയാണോ പ്രാർത്ഥിക്കുന്നത് അതുപോലെ തന്നെ പ്രാർത്ഥിച്ചു പോകാം, ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഇങ്ങനെ തന്നെ ഫോളോ ചെയ്യാം എന്നുള്ള രീതിയിൽ നിന്നു. അപ്പം ഞാൻ മാർച്ചിലാണ് എൻ്റെ എക്സാം എല്ലാം കഴിഞ്ഞത്. ഈ 2025 മാർച്ചിൽ എൻ്റെ എല്ലാം കോളേജിലെല്ലാം കഴിഞ്ഞ് ഞാൻ 17th OETക്ക് ജോയിൻ ചെയ്തു. എനിക്ക് OET ഈസി ആയിട്ട് തോന്നി. റീഡിങ് എന്ന മൊഡ്യൂൾ മാത്രം എനിക്ക് ഇച്ചിരി ഡിഫിക്കൽട്ടായിരുന്നു, പക്ഷെ എന്നാലും എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റും തോന്നി. അപ്പോഴും ഞാൻ ഇവിടെ കൃപാസനത്തിൽ വന്നു, ഉടമ്പടി എടുത്തില്ല, പ്രാർത്ഥിച്ചിട്ട് പോയി. ലൈറ്റ് ആൻഡ് ക്യാൻഡിൽ എല്ലാം ഇടുന്നുണ്ട്, പക്ഷെ ഉടമ്പടി എടുക്കാൻ എനിക്ക് എന്തോ പോലെയായിരുന്നു. ഇനി കൃപാസനത്തിൽ പത്രം കൊടുക്കുന്നതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു പേടി. പത്രം കൊടുക്കുമ്പം ആൾക്കാരാരെങ്കിലും വാങ്ങിച്ചില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെ, അപ്പം എന്തോ പോലെ നമുക്ക് നാണക്കേട്, അങ്ങനെ ഒരു ഫീലിംഗ് ഒക്കെ ആയിരുന്നു എനിക്ക്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഉടമ്പടി എടുക്കാതെ നമുക്ക് എക്സാം എഴുതി നോക്കാം. അങ്ങനെ ഞാൻ മെയ് 24 എക്സാം എഴുതി കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പം എനിക്ക് റീഡിങ് 2 മാർക്കിന് പോയി. ബാക്കി എല്ലാ മൊഡ്യൂൾസിനും എനിക്ക് നല്ല മാർക്കുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. അതെന്തോ പറ്റി എനിക്ക് തരാൻ, എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർക്കെല്ലാം കുറച്ച് പേർക്ക് കിട്ടി. അപ്പോൾ അതെനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. എനിക്ക് എന്തുകൊണ്ട് മാതാവ് തന്നില്ല, എന്ത് പറ്റിയെന്ന് ഓർത്ത് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോഴും എനിക്ക് എന്നിൽ തന്നെയായിരുന്നു കോൺഫിഡൻസ്, കിട്ടുമായിരുന്നല്ലോ. പക്ഷെ ഞാൻ ഒരിക്കലും എനിക്കതിൽ OET കിട്ടാനുള്ള കഴിവുണ്ടെന്ന് വിചാരിച്ചിരുന്ന ആളായിരുന്നു ഞാൻ. അങ്ങനെ കുറേ സങ്കടപ്പെട്ട് ഞാൻ പിന്നെ നെക്സ്റ്റ് ഡേറ്റ് എടുത്ത് June 28 എക്സാം എഴുതി. June 28 എക്സാം എഴുതിയപ്പോഴും എനിക്ക് പിന്നെയും റീഡിങ് 1 മാർക്കിന് പോയി. ബാക്കി എല്ലാ മൊഡ്യൂളിനും അതേ സെയിം മാർക്ക് തന്നെ. അപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര സ്ട്രെസ്സായി. എൻ്റെ കൂടെ ഉള്ളവർക്ക് എല്ലാം കിട്ടി. ഇൻ്റർവ്യൂ 22 പേരിൽ കിട്ടിയിൽ പകുതി പേർക്ക് OET പാസ്സായി. അപ്പം എൻ്റെ കൂടെയുള്ള എല്ലാവരും പാസ്സായി. എന്നിട്ടും എനിക്ക് ആദ്യം കിട്ടും എന്ന് പറഞ്ഞായിരുന്നു എനിക്ക് കിട്ടുന്നുമില്ല. അപ്പോൾ എനിക്ക് ആകെ വിഷമമായി, എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. കൃപാസനത്തിൽ അപ്പം എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഉറപ്പായിട്ടും കിട്ടും, കൂടെ ഉള്ളവർക്കെല്ലാം കിട്ടിയല്ലോ, അപ്പോൾ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു, അമ്മ ഇനി അടുത്ത ഒരു അറ്റംപ്റ്റും കൂടെ ചെയ്ത് നോക്കാം, അതിൽ എന്നാണെങ്കിലും എനിക്ക് കിട്ടും, എനിക്ക് ഉറപ്പാണ്, ഇത്രയും വരെ വന്നില്ല, ഇപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഉടമ്പടി എടുക്കാൻ ഞാൻ പിന്നെ ഒരു മടി കാണിച്ചു. അങ്ങനെ ഞാൻ ജൂലൈ 12 പിന്നെയും ഡേറ്റ് എടുത്ത് എക്സാം എഴുതി. ആ എക്സാം എഴുതി ആദ്യത്തെ 2 എക്സാമും റീഡിങ് എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു. മൂന്നാമത്തെ ഞാൻ എക്സാം എഴുതി. ഉടമ്പടി എടുക്കാതെ തന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് പിന്നെയും പോയി എക്സാം എഴുതിയത്. എക്സാം എനിക്ക് ഭയങ്കര പാടായിരുന്നു. ഞാൻ ആദ്യത്തെ സെക്ഷനിൽ 2 അറ്റൻഡും ചെയ്തില്ല. എന്തെങ്കിലും എഴുതി വെക്കേണ്ട ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കിടക്കണ്ടല്ലോ എന്നോർത്ത് ഒരു 5-6 ആൻസർ ഞാൻ വെറുതെ എഴുതി വെക്കുകയും ചെയ്തു. എനിക്ക് എന്തോ ചെയ്യേണ്ടത്, ഭയങ്കര സങ്കടം, ഡിപ്രഷൻ, ആരോടും മിണ്ടാൻ ഇഷ്ടമില്ല. എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ എന്നെ വിളിക്കുമ്പം എനിക്ക് പറയാനോ അവരോടൊന്നും മിണ്ടാനോന്നേ ഇല്ല. വീട്ടിലാണെങ്കിലും എനിക്കൊന്നും ചെയ്യാൻ ആഗ്രഹമില്ല. അങ്ങനെ ഒരു ദിവസം ജൂലൈ 12 ഞാൻ എക്സാം എഴുതി. ജൂലൈ 15 ഞാൻ എൻ്റെ അമ്മയോട് ഞാൻ അങ്ങോട്ട് പറഞ്ഞു, ഞാൻ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കാൻ പോവാന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ കട്ടപ്പനയിൽ നിന്ന് രാവിലെ 4:15 ഒരു ബസ്സൊക്കെ നോക്കി കണ്ടുപിടിച്ച് ഞാൻ ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്കൊരു സമാധാനമായിരുന്നു. ഞാൻ ഇവിടെ ഒരു കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഉടമ്പടി എടുത്തു. ഞാൻ എന്നെ തന്നെ മെൻ്റലി പ്രിപ്പയർഡ് ആക്കി, ഇതെല്ലാം ഞാൻ ഫോളോ ചെയ്യും. എന്നിട്ട് പക്ഷേ എനിക്കൊരു സങ്കടമായിരുന്നു, ഞാൻ എക്സാം കഴിഞ്ഞിട്ടാണല്ലോ വന്ന് ഉടമ്പടി എടുത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവ് എനിക്ക് ഈ അറ്റംപ്റ്റിൽ എനിക്ക് തന്നില്ലെങ്കിലും പ്രശ്നമില്ല, കാരണം എനിക്ക് ഓൾറെഡി അറിയാം എനിക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു, എൻ്റെ മെറിറ്റിൽ ഏതായാലും എനിക്കിത് കിട്ടത്തില്ല. അപ്പം ഇനി ഒരു അറ്റംപ്റ്റും കൂടെ എനിക്ക് ചാൻസ് ഉള്ളൂ. August 20 ആണ് എൻ്റെ ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ August 9 കൂടെ എനിക്കിനി എക്സാം ഉള്ളൂ. അപ്പം ആ അറ്റംപ്റ്റിൽ എനിക്ക് പാസ്സാക്കി തന്നാൽ മതി. അതിന് ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുകയും ചെയ്തു. ആ അറ്റംപ്റ്റിൽ ഞാൻ എന്താണെങ്കിലും പാസ്സാകും, കാരണം ഞാൻ ഇപ്രാവശ്യം ഉടമ്പടി എടുത്തു, ഫുൾ കോൺഫിഡൻ്റ് ആണ്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ എനിക്ക് ഉടമ്പടിയിൽ ഞാൻ നിയോഗം വെച്ചപ്പോൾ എനിക്ക് August 9 പാസ്സാണെന്ന് എഴുതാൻ തോന്നിയില്ല. ഞാൻ എഴുതിയ എക്സാമിൽ തന്നെ എന്നെ പാസ്സാക്കണേ എന്നുള്ള രീതിയിലാണ് ഞാൻ ഉടമ്പടിയിൽ നിയോഗത്തിൽ എഴുതിയത്. അങ്ങനെ ഇവിടുന്ന് ഞാൻ ഇറങ്ങിയപ്പോൾ ഞാൻ കരഞ്ഞോണ്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിയത്. ഇനി ഞാൻ ഇവിടെ വരണമെങ്കിൽ ചിരിച്ചോണ്ടല്ല, ഞാൻ ഇങ്ങോട്ട് എന്നെ വരുത്തരുതേ. അന്ന് ഞാൻ ഇവിടുന്ന് എൻ്റെ വീട് എത്തുന്ന രാത്രി 11:30 ആയി. അതുവരെ ഞാൻ എനിക്ക് ഭയങ്കര ബസ്സിലൊക്കെ ഇരിക്കുമ്പോൾ ഭയങ്കര വൊമിറ്റിങ്, അങ്ങനെ എല്ലാ തരത്തിലുള്ള ഇറിറ്റേഷൻസ് ഉള്ള ആളാണ്. ഞാൻ ഇവിടുന്ന് കയറിയപ്പോൾ തൊട്ട് എൻ്റെ വീട് എത്തുന്നിടം വരെ ഞാൻ കൊന്ത ചൊല്ലിക്കൊണ്ടായിരുന്നത്, എനിക്ക് എങ്ങനെയും എന്നെ ഒന്ന് പാസ്സാക്കണമെന്ന് പറഞ്ഞ്. അങ്ങനെ എൻ്റെ ഗ്രാജുവേഷനായിരുന്നു ജൂലൈ 18 നഴ്സിങ്ങിൻ്റെ. അപ്പം ഞാൻ തീരുമാനിച്ചു ഞാൻ ഗ്രാജുവേഷന് പോകത്തില്ല, എനിക്ക് നാണക്കേട്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ മുന്നിൽ പോയി ഞാൻ എങ്ങനെ ഇത്രയും അറ്റൻഡ് ചെയ്തിട്ട് ഇത്രയും ഇംഗ്ലീഷ് അറിയാവുന്ന ആളായിട്ട് എനിക്കിത് കിട്ടിയില്ല.
അപ്പോൾ എനിക്ക് അവരുടെ മുന്നിൽ പോയി നിൽക്കാൻ ഭയങ്കര നാണക്കേടായിരുന്നു. ഞാൻ ഗ്രാജുവേഷന് പോകുന്നില്ലെന്ന് തീരുമാനിച്ചു. അങ്ങനെ ജൂലൈ 15 ഞാൻ ഉടമ്പടി എടുത്തു. 18 ഗ്രാജുവേഷൻ. 17 എൻ്റെ OETയുടെ റിസൾട്ട് വന്നു. എനിക്ക് 350 വേണ്ടിടത്ത് 360 മാർക്സ് തന്ന് റീഡിങ്ങും എല്ലാ മൊഡ്യൂൾസിനും B ഗ്രേഡ് തന്ന് ഞാൻ പാസ്സായി. ഇത് എനിക്ക് 0 മെറിറ്റാണ്. ഞാനത് ഉറച്ചു വിശ്വസിക്കുന്നു. നോട്ട് ബൈ മൈ മെറിറ്റ് ബട്ട് ബൈ ഗോഡ്സ് ഗ്രേസ് ആണത്. ഒരു യോഗ്യതയില്ല. ഞാൻ ഒരാളുടെ അടുത്ത് ഞാൻ പറഞ്ഞില്ലായിരുന്നു തേർഡ് എക്സാം ഞാൻ എഴുതിയിട്ടുണ്ടെന്നുള്ള കാര്യം. വീട്ടിലും എനിക്ക് മാത്രം ഇത്, എൻ്റെ കൂട്ടത്തിൽ പഠിക്കുന്നവരോട് പോലും ഞാൻ പറഞ്ഞില്ല ഞാൻ എക്സാം എഴുതിയെന്ന്. അപ്പോൾ ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചത് എനിക്ക് ഗ്രാജുവേഷന് സന്തോഷത്തോടെ പോകാൻ ചാൻസ് കിട്ടണമെന്നായിരുന്നു. എക്സാമിൻ്റെ സമയത്ത് ഞാൻ ഉടമ്പടി എടുത്തില്ലെങ്കിലും എനിക്ക് ഈ ഉടമ്പടി തൈലമൊക്കെ എക്സാം സെൻറ്ററിൽ OET എഴുതുന്ന ഒട്ടുമിക്ക ആൾക്കാർ ഉടമ്പടി എടുത്തവരായിരുന്നു എൻ്റെ എക്സാം സെൻറ്ററിലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവരോട് ഞാൻ അങ്ങോട്ട് എന്ന് ചോദിച്ചു, എനിക്ക് ഇച്ചിരി ഉപ്പ് തരാമോ എന്ന് ചോദിച്ച് ഉടമ്പടി ഉപ്പും തൈലവും എല്ലാം അവർ എനിക്ക് തന്ന് അങ്ങനെ ഞാൻ എക്സാം സെൻറ്ററിൽ ഉടമ്പടി തൈലം ഉപ്പ് ഇടുകയും എൻ്റെ റീഡിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് ആണ് എക്സാമിന് പോയത്. അപ്പം അങ്ങനെ ഓഗസ്റ്റ് 20 മുന്നായി തന്നെ ഞാൻ എൻ്റെ OET CBT എല്ലാം NMC പ്രോസസ്സിങ് എല്ലാം ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ ഈ വരുന്ന ഞായറാഴ്ച ജാനുവരി 11 ഞാൻ UK പോവാണ്. സ്കിൽഡ് വർക്കർ വിസ കിട്ടിയാണ് ഒരു ഫ്രഷറായ എന്നെ മാതാവ് UK വിടുന്നത്. എനിക്കത് എങ്ങനെയാണ് എത്ര നന്ദി പറഞ്ഞാലും മാതാവിൻ്റെ അടുത്ത് നന്ദി പറഞ്ഞാൽ തീരത്തില്ലാത്ത അത്ര വലിയ അനുഗ്രഹമാണ് മാതാവ് എനിക്ക് തന്നത്. ഒന്നും ചോദിക്കാതെ തന്നെ എന്നെ ഉടമ്പടി എടുക്കാൻ വേണ്ടി തന്നെയാണ് മാതാവ് എന്നെ അത്രയും 2 പ്രാവശ്യം എഴുതിപ്പിച്ച് എന്നെ ഇവിടെ എത്തിക്കാൻ വേണ്ടിയാണ് എന്നെ നിയോഗിച്ചതെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഇതാണ് എൻ്റെ ഒരു സാക്ഷ്യം. രണ്ടാമത്തെ ഒരു സാക്ഷ്യം എന്ന് വെച്ചാൽ എനിക്ക് PCOD എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടായിരുന്നു. ഞാൻ 7 ഇയേഴ്സായിട്ട് ഹോർമോൺ ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയ അന്ന് തൊട്ട് ഇന്ന് വരെ 7 മാസമായി എനിക്ക് പീരിയഡ്സ് റെഗുലറാണ്. എനിക്ക് ഒരു ഹോർമോൺ ടാബ്ലറ്റ്സും കഴിക്കേണ്ട വന്നിട്ടില്ല. ഞാൻ എന്നും പ്രത്യക്ഷീകരണ പ്രാർത്ഥന രാവിലെ ചെല്ലുമ്പോഴും വൈകിട്ട് സന്ധ്യാപ്രാർത്ഥന ചെല്ലുമ്പോഴും ഞാൻ ഉടമ്പടി തൈലം ഉപയോഗിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. വയറിൽ പുരട്ടി പ്രാർത്ഥിക്കും, വിശ്വാസ പ്രമാണം ചൊല്ലി. അതിനുശേഷം എൻ്റെ ഇത് ഇറഗുലർ ആയിട്ടില്ല, ഇതുവരെ നോർമലായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ 1000 നന്ദി പറയുന്നു. ഇതല്ലാതെ ഒരുപാട് അതിന് ഉടമ്പടിക്ക് ശേഷം ഞാൻ ഓൾറെഡി ഒരു ഇച്ചിരി തടസ്സമുള്ള ആളാണ്. എല്ലാ കാര്യങ്ങളും എനിക്ക് ആദ്യത്തേതിൽ ശരിയാവുന്ന ഒരാളല്ല, എല്ലാം ഒരു രണ്ടാമത്തേതിൽ അങ്ങനത്തെ ഒരാളാണ് ഞാൻ. ശരിയാവുന്ന എല്ലാ കാര്യങ്ങളും ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ എന്ത് പ്രാർത്ഥിക്കുന്നു എനിക്ക് ആ സ്പോട്ടിൽ തന്നെയാണ് എനിക്കത് സാധിച്ചു കിട്ടുന്നത്. അപ്പം ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങളായി ചെയ്തത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ എനിക്ക് പത്രം കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു. എങ്ങനെ ഇത് കൊടുക്കും, എല്ലാവരും ഇതെങ്ങനെ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു പേടിയായിരുന്നു. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്ത് ഇവിടുന്ന് പോയ അന്ന് തൊട്ട് 3 ദിവസത്തിനുള്ളിൽ ഞാൻ ആ പത്രം മൊത്തവും കൊടുത്തു തീർത്തു. അത് ഞാൻ ഞങ്ങളുടെ സ്ഥലത്ത് ഇറങ്ങി നടന്ന് ഓരോരുത്തരുടെ എടുത്ത് കൊടുക്കുകയായിരുന്നു ചെയ്തത്. എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചവരാരും അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞില്ല, എല്ലാവരും തന്നെ വാങ്ങിച്ചു. എൻ്റെ അടുത്ത് ആദ്യമായിട്ട് സംസാരിക്കുന്നവർ, എനിക്ക് അറിയാവുന്നവരൊക്കെ ഉള്ളിടത്തെല്ലാം എനിക്ക് കിട്ടിയ ഈ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഞാൻ എപ്പോഴും പറയും. പിന്നെ കൃപാസനത്തിലെ ഡെയിലി ബ്രെഡ് ധ്യാനങ്ങൾ എല്ലാം ഞാൻ ഒരു മുടക്കവും കൂടാതെ കൂടും. എനിക്ക് അതൊക്കെ ഒരു മടിയുള്ള ആളായിരുന്നു. ഈ ധ്യാനമൊക്കെ 2.5 മണിക്കൂർ കണ്ടിന്യൂസ് ഇരുന്ന് കൂടുക എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ പറ്റും എന്നുള്ളൊരു ഇതൊക്കെ ആയിരുന്നു. അതൊക്കെ എനിക്ക് ചൊവ്വാഴ്ചയാകുമ്പോൾ ഞാൻ ആ സമയത്ത് തന്നെ എന്തൊക്കെ തിരക്കുണ്ടെന്ന് പറഞ്ഞാലും ഞാനത് അപ്പം തന്നെ ഫോണിൽ കാണും. പിന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ട് ചെയ്തിട്ടുള്ളത് ഞാൻ പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഞാനിപ്പം എനിക്ക് സ്വന്തമായിട്ട് ജോലിയൊന്നുമില്ല. അപ്പം വീട്ടിലുള്ള പൈസയാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പം ആരെങ്കിലും എൻ്റെ അടുത്തൊന്ന് പൈസ ചോദിച്ചാലൊന്നും ഞാൻ അങ്ങനെ കൊടുക്കത്തില്ലായിരുന്നു. കാരണം എനിക്ക് ജോലിയൊക്കെ സ്വന്തമായിട്ട് ആയിക്കഴിഞ്ഞിട്ട് ഞാൻ കൊടുക്കാം, അങ്ങനെ ഒരാളായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് അങ്ങനെയൊന്നുമില്ല. ആരെൻ്റെ അടുത്ത് വന്ന് ഒരു കൈ നീട്ടിയാലും ഞാൻ ആരെയും എൻ്റെ കയ്യിൽ ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ വിടത്തില്ല. എവിടുന്നെങ്കിലും ഞാൻ വാങ്ങിച്ചാണെങ്കിലും എൻ്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ പോലും ഞാൻ എവിടുന്നെങ്കിലും ഒപ്പിച്ചും വാങ്ങിച്ചു എടുത്ത് ഞാൻ അവരെ സഹായിക്കും. അതിലൊന്നും എനിക്കിപ്പോൾ ഒരു മടിയില്ല. ഞാൻ അങ്ങോട്ട് ചെന്ന് ഇപ്പം എൻ്റെ അടുത്ത് വരാതെ ഒരാൾ ദൂരെ നിൽക്കുകയാണെങ്കിലും ഞാൻ അവരുടെ അടുത്ത് ചെന്ന് അവരെ സഹായിക്കും. പിന്നെ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാൻ സഹായിക്കുന്ന പൈസ കൊടുക്കുന്നുണ്ട്.
ആത്മീയമായി എനിക്കുണ്ടായെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര വെപ്രാളക്കാരിയായിരുന്നു. എല്ലാം എനിക്ക് ആദ്യം വേണം അങ്ങനെ ഒരു വെപ്രാളമുള്ള ഒരാളായിരുന്നു. പിന്നെ ദേഷ്യക്കാരിയായിരുന്നു. ഇതിലെല്ലാം ഒരു കൺട്രോൾ വന്നിട്ടുണ്ട്. ഒരുപാട് വ്യത്യാസങ്ങൾ എനിക്ക് ഉടമ്പടിക്ക് ശേഷം ഉണ്ടായി. അപ്പം തുടർന്നും ഞാനിപ്പം അടുത്ത ഞായറാഴ്ച പോവാണ്. അപ്പം ഇത് ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇത്രയും വലിയൊരു അനുഗ്രഹം തന്ന മാതാവിനെ ഇനി ഞാൻ കൈവിട്ട് കഴിഞ്ഞാൽ എനിക്ക് ഇതിനി ഉണ്ടാകുന്ന ഇതിലും വലിയൊരു നഷ്ടം ഉണ്ടാകത്തില്ല. ഇത് മാതാവ് എന്നെ അനുഗ്രഹിച്ചതാണ്. അപ്പോൾ ഒരിക്കലും ഞാൻ മാതാവിനെ ഉപേക്ഷിക്കില്ല. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, കൃപാസന മാതാവിനെ മുറുകെ പിടിച്ചാൽ മാതാവ് ഒരിക്കലും കൈവിടത്തില്ല. അത് ഞാൻ ഉറപ്പായി പറയുന്നു. പിതാവേ, എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ എന്ന് വെച്ചാണ് ഞാൻ എപ്പോഴും ഇപ്പം പ്രാർത്ഥിക്കുന്നത്. എന്താണോ ഈശോയുടെയും മാതാവിൻ്റെയും ഇഷ്ടം അത് നടക്കട്ടെ, ആ ഒരു ഇതിൽ പോവുകയാണ്. ഒരു പേടിയും ഒന്നുമില്ലാതെ എല്ലാം നിങ്ങൾ ഈശോയും മാതാവും തീരുമാനിക്കുന്ന പോലെ തന്നെ നടക്കട്ടെ എന്നുള്ള രീതിയിൽ ഇത്രയും വലിയൊരു അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിനും തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി ഞാൻ പറയുന്നു.